പി ആർ സുനിൽ, ഡൽഹി കേന്ദ്രീകരിച്ചുള്ളൊരു നീക്കം നടന്നുവെന്നാണ് നമ്മൾ അറിയുന്നത്. വിദേശത്തുള്ള ജോസ് കെ മാണിയെ കോൺഗ്രസ് നേതാക്കൾ കണ്ടു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. ഇതിനിടയിൽ ഹൈക്കമാൻഡിന്റെ ഒരു വിളി, സോണിയാഗാന്ധിയിൽ നിന്നൊരു വിളി ജോസ് കെ മാണിക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യൻ എക്സ്പ്രസും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഹൈക്കമാൻഡിൽ അതാരും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കെ സി വേണുഗോപാൽ അടക്കം ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ പരമാവധി ഘടകകക്ഷികളെ തിരികെ എത്തിച്ചുകൊണ്ട് മുന്നണി വിപുലീകരിച്ച് എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന് തന്നെയാണ് UDF നീക്കം. അങ്ങനെ വന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ പി ആർ സുനിൽ. ഉറപ്പായും തള്ളിക്കളയാൻ കഴിയില്ല അരുൺ. കാരണം ഈ ജോസ് കെ മാണിയെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF എത്തിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു പരസ്യ നിലപാടാണ്. കോൺഗ്രസ് പരസ്യമായി തന്നെ ജോസ് കെ മാണിയോട് ആവശ്യപ്പെടുന്നതാണ് UDF തിരിച്ചു വരണം എന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും രഹസ്യ നീക്കം നടത്തേണ്ട ഒരു കാര്യം കോൺഗ്രസിനില്ല. ഏതായാലും ഹൈക്കമാൻഡ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രോഗാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം നടത്താൻ ഉള്ള ഒരു സാധ്യത കുറവാണ് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഒരു ഫോൺ സംഭാഷണം നടന്നു. ഇങ്ങനെ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്ന് കേരള കോൺഗ്രസിലെ പല നേതാക്കളും സ്ഥിരീകരിക്കുമ്പോൾ അതിനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. ഏതായാലും ജോസ് കെ മാണി ഡൽഹിയിൽ വന്ന ശേഷമാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ച നടക്കാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളാനുമാകില്ല. ഏതായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF എത്തിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. അതിനായുള്ള വലിയ നീക്കം കോൺഗ്രസ് നടത്തുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി ഹൈക്കമാൻഡിനെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുത്തുന്നതിലും കേരളത്തിലെ കോൺഗ്രസ് സജീവ ശ്രമം നടത്തുകയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് വലിയ പ്രഹരമാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാകുന്നതുകൊണ്ട് തീർച്ചയായും ഈ മധ്യകേരളത്തിലൊക്കെ തന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF ചേരുകയാണെങ്കിൽ അത് കോൺഗ്രസിനും UDF ഒക്കെ തന്നെ ശക്തി പകരും. ഏതായാലും ആ നീക്കം തന്നെയാണ് ഏതായാലും കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോൺ വിളി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. താങ്ക് യു. ലേബി സജീന്ദ്രൻ കൂടിയുണ്ട്. ലേബി സജീന്ദ്രൻ, അങ്ങനെ ഈ 16-ാം തീയതി നിന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതിനുശേഷം നടക്കുന്ന ചർച്ചകളും ജോസ് കെ മാണിയെ UDF ക്യാമ്പിൽ എത്തിക്കുകയാണെങ്കിൽ ജോസ് കെ മാണിയും 4 MLA-മാരും UDF വരികയും റോഷി അഗസ്റ്റിൻ LDF തുടരുകയും ചെയ്ത സാഹചര്യം വന്നാൽ ഈ കോട്ടയത്തെ കോൺഗ്രസിന്റെ എതിർപ്പ്, ഒപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ അതൃപ്തി, ഇത് രണ്ടും എങ്ങനെയാണ് UDF മാനേജ് ചെയ്യാൻ പോകുന്നത് ലേബി? ഡോക്ടർ ഉണ്ണി, ഈ തിരഞ്ഞെടുപ്പ് ഇത്രത്തോളം നിർണായകമായതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തോട് ഒപ്പം സ്വാഭാവികമായും നിൽക്കുക തന്നെ ചെയ്യും കോട്ടയത്തെ പ്രാദേശിക നേതാക്കൾ. അതിന് തർക്കം വേണ്ട. മറ്റൊരു കാര്യം പ്രധാനമായും ഇത്തരത്തിൽ കേരള കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന UDF നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ നിലപാടാണ്. PJ ജോസഫിന്റെയും കേരള കോൺഗ്രസിന്റെയും നിലപാടാണ്. തുടക്കത്തിൽ തന്നെ നേരത്തെ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ വന്ന ഘട്ടത്തിലെല്ലാം ഇതിനോട് വിയോജിപ്പാണ് PJ ജോസഫും കേരള കോൺഗ്രസും അറിയിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഇതിൽ ശക്തമായ വിയോജിപ്പ് അറിയിക്കാനുള്ള സാധ്യത ജോസഫ് വിഭാഗം മാത്രമേ കാണിക്കുകയുള്ളൂ. ബാക്കി ഘടകകക്ഷികൾക്കെല്ലാം ഇത് സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയായിരിക്കും ഉണ്ടാകുക. PJ ജോസഫിന്റെയും കേരള കോൺഗ്രസിന്റെയും വിയോജിപ്പിനെ തീർച്ചയായും ഏതെങ്കിലും രീതിയിൽ അത് മാനേജ് ചെയ്യുക തന്നെ ചെയ്യും UDF അത്തരമൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ. കാരണം കഴിഞ്ഞ തവണ 10 സീറ്റാണ് കേരള കോൺഗ്രസിന് UDF നൽകിയത്. 10 സീറ്റിൽ ഒരെണ്ണമാണ് വിജയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു അനുനയമൊക്കെ നടത്തി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എതിർപ്പുകളൊക്കെ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഇടപെട്ട് അത് പരിഹരിക്കുക തന്നെ ചെയ്യും വരികയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. ലേബി സജീന്ദ്രൻ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന കേരള രാഷ്ട്രീയ വാർത്തയായി മാറുന്നത്.